Hi one and all, welcome to the class of Introduction to Surveying. സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എസ് സിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. സർവേയിൽ നിന്ന് വളരെയധികം ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ സർവേയുടെ ഫസ്റ്റ് ക്ലാസ് ആണിത്. എന്തൊക്കെയാണ് സർവേയിൽ വരുന്നത് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. So welcome to the class. First of all, we should understand what is surveying. Surveying എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പലതരത്തിലുള്ള സർവേയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻജിനീയറിംഗ് സർവേ, പോപ്പുലേഷൻ സർവേ, മറ്റുള്ള സർവേകളെല്ലാം തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ, ഒരു കളക്റ്റീവായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള സർവേ എന്ന് പറയുന്നത് എൻജിനീയറിംഗ് സർവേ ആണ്. എൻജിനീയറിംഗ് സർവേ ആണ് നമ്മളെ മെഷർമെൻറ്റ്സിനും അതിനെ തുടർന്നുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കും എല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം സർവേയുടെ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ്. പോയിൻറ്റുകളുടെ റിലേറ്റീവ് പൊസിഷൻ. ഇപ്പോൾ എ ആൻഡ് ബി എന്നുള്ള രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ എയിൽ നിന്ന് ബി ഇത്ര അകലത്തിലാണ്, ബിയിൽ നിന്ന് എ ഇത്ര അകലത്തിലാണ്, എയിൽ നിന്ന് ഇത്ര ഇൻക്ലൈൻഡ് ആയിട്ടാണ് ബി കിടക്കുന്നത്, ബിയിൽ നിന്ന് ഇത്രയും ഇൻക്ലൈൻഡ് ആയിട്ടാണ് എ കിടക്കുന്നത്. അങ്ങനെയുള്ളൊരു റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ്. അടുത്ത ഒരു കോണ്ടെക്സ്റ്റ് വരുന്നത് എവിടെയുള്ള പോയിൻറ്റ്സ്. എയ്തർ ഇറ്റ് ക്യാൻ ബി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്, എർത്തിൻ്റെ സർഫസിൽ ഉള്ള പോയിൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ ബിനീത്ത് ദ സർഫസ് ഓഫ് എർത്ത്, എർത്തിൻ്റെ സർഫസിന് താഴെയുള്ള പോയിൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ എബവ് ദ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ അതാണ് നമ്മൾ സർവേയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. എൻജിനീയറിംഗ് സർവേ ആണ് നമുക്ക് റെലവൻ്റ് ആയിട്ട് വരുന്ന ഫീൽഡ്. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഡിറ്റർമിനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ്. എവിടെയുള്ള പോയിൻറ്റ്സ്? either on the surface of earth, beneath the surface of earth, or above the surface of earth. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു എയിം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് സർവേയ്ക്കും. സർവേയ്ക്കൊരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവേയുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രിപ്പറേഷൻ ഓഫ് മാപ്പ് ഓർ പ്ലാൻ. പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുക. അതാണ് സർവേയുടെ മെയിൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്. പ്ലാനും മാപ്പും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഈ സെഷനിൽ തന്നെ മനസ്സിലാക്കാം. പിന്നീട് സർവേക്കുള്ള എയിം, ഈ പ്ലാനും മാപ്പും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എയ്ഡുകൾ തന്നെയാണ്. ടു ഫൈൻഡ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ്. പോയിൻറ്റ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുകളെ ഡിറ്റർമിൻ ചെയ്യാൻ സർവേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഫൈൻഡ് എലിവേഷൻ ബിറ്റ്വീൻ പോയിൻറ്റ്സ്. പോയിൻറ്റുകൾ തമ്മിലുള്ള എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ ഡിഫറൻസ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സർവേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഫൈൻഡ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ഡയറക്ഷൻ. ഓരോ പോയിൻറ്റ്സും ഏത് ഡയറക്ഷനിലാണ് അല്ലെങ്കിൽ കമ്പാരിറ്റീവായിട്ട് മറ്റൊരു പോയിൻറ്റിനെ റിലേറ്റ് ചെയ്ത് ഏത് ഡയറക്ഷനിലാണ് കിടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ സർവേ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സർവേ ഇസ് ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്. പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുക. അതിനാണ് സർവേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, എലിവേഷൻ ആൻഡ് റിലേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ഡയറക്ഷൻസ് ആണ് അതിനെ ഫോളോ ചെയ്യുന്ന പോയിൻറ്റ്സ്. ഈ ഒരു ഒബ്ജക്റ്റ് ഓഫ് സർവേ മനസ്സിലാക്കി വെക്കുക. ദ പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ ഓർ മാപ്പ്. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് യൂഷ്വലി പി എസ് സിക്ക് ചോദിക്കുന്ന ചില പോയിൻറ്റ്സ് അല്ലെങ്കിൽ ചില ഹൈലൈറ്റഡ് പോയിൻറ്റ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ ഇസ് എ ഷേപ്പ് ഓഫ് എർത്ത്. നമ്മൾ ഷേപ്പ് ഓഫ് എർത്ത് കണ്ടിട്ടുണ്ട്. സ്പെറിക്കൽ ഷേപ്പ് എന്ന് നമ്മൾ പറയും, നമ്മൾ എഗ് ലൈക്ക് ഷേപ്പ് എന്നൊക്കെ പറയും.
ആക്ച്വലി ദ ഷേപ്പ് ഓഫ് എർത്ത് ഇസ് ഒബ്ലേറ്റ് സ്ഫെറോയിഡ്, അതായത് ഒരു എഗ് ലൈക്ക് ഷേപ്പാണ്. ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒബ്ലേറ്റ് സ്ഫെറോയിഡ്. ഷേപ്പ് ഓഫ് എർത്ത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒബ്ലേറ്റ് സ്ഫെറോയിഡ് ഇസ് ദ കീ വേർഡ്. റിമെമ്പർ ദ കീവേഡ്സ് ഞാൻ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുക, ഓർത്തു വെക്കുക, മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യുക. എർത്തിൻ്റെ ഷേപ്പ് ഇസ് ഒബ്ലേറ്റ് സ്ഫെറോയിഡ്. റിമെമ്പർ ദാറ്റ്. ഇനി എർത്തിന് 2 ആക്സിസ് ഉണ്ട്. നമുക്കറിയാവുന്നത് പോലെ ഇക്വേറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത് ഇക്വറ്റോറിയൽ ആക്സിസ് ആൻഡ് പോൾസിൽ കൂടെ പാസ് ചെയ്യുന്നത് പോളാർ ആക്സിസ്. നമുക്ക് കാണുമ്പോൾ തന്നെ കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാവും ഇക്വറ്റോറിയൽ ആക്സിസ് ആണ് ലോങ്ങർ, പോളാർ ആക്സിസ് ചെറുതാണ്. ഇനി അതാണ് നെക്സ്റ്റ് കീവേഡ്. ഇക്വറ്റോറിയൽ ആക്സിസ് ലോങ്ങർ ആണ്. എത്രത്തോളം ലോങ്ങർ ആണ്? 42.95 കിലോമീറ്റേഴ്സ് ലോങ്ങർ ദാൻ പോളാർ ആക്സിസ്. ചില PSC ക്വസ്റ്റ്യനിൽ ഈ ഒരു കാര്യം പെർസെൻറ്റേജിൽ എത്ര പെർസെൻറ്റേജ് ലോങ്ങർ ആണ് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണെങ്കിൽ 0.34% ലോങ്ങർ ദാൻ പോളാർ ആക്സിസ്. So remember that equatorial axis is longer than polar axis by 42.95 kilometer and by 0.34%. Shape of earth is oblate spheroid. Remember these keywords. Next, moving on to classification of surveying. സർവേയിങ്ങിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? പ്രൈമറി ആയിട്ട് സർവേയെ ക്ലാസിഫൈ ചെയ്യുന്നത് പ്ലെയിൻ സർവേ എന്നും ജിയോഡിറ്റിക് സർവേ എന്നുമാണ്. ദ പ്രൈമറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ഈസ് പ്ലെയിൻ സർവേ ആൻഡ് ജിയോഡിറ്റിക് സർവേ. പ്ലെയിൻ സർവേയിലുള്ള പ്രത്യേകത എർത്തിൻ്റെ ഷേപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒബ്ലേറ്റ് സ്ഫെറോയിഡ് അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷേപ്ഡ് ആണ്. ആ ഷേപ്പ് കൺസിഡർ ചെയ്യത്തില്ല. വേറാസ് ജിയോഡിറ്റിക് സർവേയിലാണെങ്കിൽ ആ ഒരു ഷേപ്പ് കൺസിഡർ ചെയ്യും. പ്ലെയിൻ സർവേയിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന പ്ലംബ് ലൈൻസ് എല്ലാം പരസ്പരം പാരലൽ ആയിരിക്കും. പ്ലെയിൻ അല്ലേ, സോ ഇറ്റ് വിൽ ബി പാരലൽ. ജിയോഡിറ്റിക് സർവേയിലാണെങ്കിൽ ഈ പ്ലംബ് ലൈൻസ് എല്ലാം ഒരു കോമൺ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് മറ്റെവിടെയുമല്ല, സെൻറ്റർ ഓഫ് എർത്തിലാണ്. ഇനി എപ്പോഴാണ് നമ്മൾ പ്ലെയിൻ സർവേ ചെയ്യുന്നത്, എപ്പോഴാണ് ജിയോഡിറ്റിക് സർവേ ചെയ്യുന്നത്? നമുക്ക് സർവേ ചെയ്യേണ്ട ഏരിയ 260 സ്ക്വയർ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ പ്ലെയിൻ സർവേ അഡോപ്റ്റ് ചെയ്യും. 260 സ്ക്വയർ കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ജിയോഡറ്റിക് സർവേ അഡോപ്റ്റ് ചെയ്യും. ആ ഒരു വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ദ പോയിന്റ് ഇൻ ടേംസ് ഓഫ് മൈൽസ് ഓൾസോ. 260 കിലോമീറ്റർ സ്ക്വയർഡ് നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷെ 100 സ്ക്വയർ മൈൽസ് നമ്മൾ പെട്ടെന്ന് റിമെമ്പർ ചെയ്യത്തില്ല. സോ ഹൈലൈറ്റ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. വെൻ ദ ഏരിയ ടു ബി സർവേഡ് ഇസ് ലെസ് ദാൻ 260 കിലോമീറ്റർ squared or 100 square miles, we use plain survey. Other ആണെങ്കിൽ we use geodetic survey. Register that in your mind. Next is based on nature of field. Nature of field എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ സർവേ ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്ത് നമുക്ക് സർവേയെ 3 ക്ലാസിഫൈ ചെയ്യാം. That is land survey, hydrographic survey, astronomic survey. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം ഇപ്പം ഹൈഡ്രോഗ്രാഫിക് സർവേ കംസ് അണ്ടർ വിച്ച് ക്ലാസിഫിക്കേഷൻ അങ്ങനെയായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഫീൽഡ് എന്നുള്ളതാണ് ഉത്തരം. അപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആയിരിക്കും. നേച്ചർ ഓഫ് ഫീൽഡിനെ ബേസ് ചെയ്ത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ലാൻഡ് സർവേ, ഹൈഡ്രോഗ്രാഫിക് സർവേ, ആസ്ട്രോണമിക് സർവേ. ലാൻഡ് സർവേ മീൻസ് ദി സർവേ വിച്ച് ഇസ് കണ്ടക്റ്റഡ് ഓൺ ലാൻഡ്, കരയിൽ നടത്തുന്ന സർവേ. നമ്മൾക്ക് ചുറ്റും നമ്മൾ അധികവും കാണുന്നത് ലാൻഡ് സർവേ ആണ്. ഹൈഡ്രോഗ്രാഫിക് സർവേ എന്ന് പറഞ്ഞാൽ ലാർജ് വാട്ടർ ബോഡീസിൽ
കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ആ പേരിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് ഇസ് ആസ്ട്രോണമിക്കൽ സർവേ എന്ന് പറഞ്ഞാൽ സർവേ ഓഫ് ഹെവൻലി ബോഡീസ്. യു ക്യാൻ സീ ദ പിക്ചേഴ്സ്. നമ്മൾ ലാൻഡ് സർവേ അതിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, hydrographic survey and astronomic survey. So based on nature of field, survey is classified into 3: land survey, hydrographic survey and astronomic survey. Keep this thoroughly in mind. The heading: nature of field, land, hydrographic, astronomic survey. It is very, very important. നെക്സ്റ്റ് നമ്മുടെ ലാൻഡ് സർവേ, അതായത് കരയിൽ ചെയ്യുന്ന സർവേയെ പിന്നെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് ടോപ്പോഗ്രാഫിക്കൽ സർവേ, കാഡസ്ട്രൽ സർവേ ആൻഡ് സിറ്റി സർവേ. ടോപ്പോഗ്രാഫിക്കൽ, കാഡസ്ട്രൽ, സിറ്റി സർവേ. ടോപ്പോഗ്രാഫിക്കൽ സർവേ എയിം ചെയ്യുന്നത് ഇറ്റ് ഡിറ്റർമിൻസ് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ് ആണ്. നമുക്കറിയാം നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഹില്ല്, പോണ്ട്, റിവർ. ആർട്ടിഫിഷ്യൽ ഫീച്ചേഴ്സ്, അതായത് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് ക്രിയേറ്റ് ചെയ്തത്, കനാൽസ്, റോഡ് നെറ്റ്വർക്ക്സ്, റിസർവോയേഴ്സ്. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ, ഡിറ്റർമിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സർവേ ആണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ. നെക്സ്റ്റ് ഇസ് കാഡാസ്ട്രൽ സർവേ. അതായത് ബൗണ്ടറീസ്, ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു പ്ലോട്ടിൻ്റെ അതിൻ്റെ ബൗണ്ടറീസ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സർവേ ആണ് കാഡാസ്ട്രൽ സർവേ. ഇനിയും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ പിന്നീട് നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ് കാഡസ്ട്രൽ സർവേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചെയിൻ, റവന്യൂ ചെയിൻ ആണ്. അപ്പോൾ ഇതിൽ ഉള്ള കീവേഡ് ബൗണ്ടറീസ് എന്ന് കാണുമ്പോൾ തന്നെ ഇറ്റ് ഈസ് കാഡസ്ട്രൽ സർവേ എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വരണം. ഇറ്റ് ഈസ് ഹൈലൈറ്റഡ് ഇൻ റെഡ്. പ്ലീസ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. നെക്സ്റ്റ് ഇസ് സിറ്റി സർവേ. ദറ്റ് ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രീറ്റ്സ്, വാട്ടർ സപ്ലൈ സിസ്റ്റം ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ടോപ്പോഗ്രാഫിക്കൽ സർവേ, കാഡസ്ട്രൽ സർവേ ആൻഡ് സിറ്റി സർവേ. ഓൾ ദീസ് കം അണ്ടർ ലാൻഡ് സർവേ. ലാൻഡ് സർവേ കംസ് അണ്ടർ നേച്ചർ ഓഫ് ഫീൽഡ്. ആ ഒരു കാര്യം മേലോട്ട് ഓർത്ത് വെക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇസ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ആസ് വി ഓൾറെഡി സെഡ്, സർവേ ദാറ്റ് ഡീൽസ് വിത്ത് ലാർജ് വാട്ടർ ബോഡീസ്. ആൻഡ് ആസ്ട്രോണമിക്കൽ സർവേ ഡീൽസ് വിത്ത് ഹെവൻലി ബോഡീസ്. ഈ ഒരു ക്വസ്റ്റ്യൻ PSCയിൽ വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഒരു സർവേ ദാറ്റ് ഡീൽസ് വിത്ത് ലാർജ് വാട്ടർ ബോഡീസ്. അപ്പോൾ അതൊരിക്കലും 99% ആൾക്കാർക്കും ശരിയായിട്ട് കിട്ടുന്നൊരു ഉത്തരമാണ്. ലാർജ് വാട്ടർ ബോഡീസ് എന്ന് കാണുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഹൈഡ്രോഗ്രാഫിക് സർവേ എന്നുള്ളത് നമ്മുടെ കോമൺ സെൻസിലേക്ക് വരും. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും തെറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ സർവേ എന്താണെന്ന് മനസ്സിലാക്കി. It is a relative position of points on, above or beneath the surface of earth. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയ ചില ബേസിക് കാര്യങ്ങളാണ് ഇക്വട്ടോറിയൽ ആക്സിസ്, പോളാർ ആക്സിസ്, എർത്തിൻ്റെ ഒബ്ലേറ്റ് സ്പെറോയിഡ് എന്നുള്ള ഷേപ്പ്. ഇക്വട്ടോറിയൽ ആക്സിസ് 42.95 കിലോമീറ്റേഴ്സ് ലോങ്ങർ ആണ്, 0.34% ആണ് ലോങ്ങർ പോളാർ ആക്സിസിനേക്കാളും. പിന്നീട് നമ്മൾ ക്ലാസിഫിക്കേഷനിലേക്ക് പോയി. മെയിനായിട്ട് പ്രൈമറി ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ. ഓർമ്മയുണ്ടല്ലോ, 260 കിലോമീറ്റർ സ്ക്വയർഡ് അല്ലെങ്കിൽ 100 സ്ക്വയർ മൈൽസ്. ആ ഒരു കാര്യം മെമ്മറിയിൽ വെക്കുക. ദെൻ ദ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നേച്ചർ, ലാൻഡ്, ഹൈഡ്രോഗ്രാഫിക്, ആസ്ട്രോണമിക്കൽ. അതിലെ ലാൻഡ് സർവേയെ തന്നെ നമ്മൾ ടോപ്പോഗ്രാഫിക്കൽ, കാഡാസ്ട്രൽ, സിറ്റി സർവേ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കീവേഡ്സ് ഓർത്തു വെക്കുക. ബൗണ്ടറീസ് എന്ന് കാണുമ്പോൾ ഇറ്റ് ഈസ് കാഡാസ്ട്രൽ സർവേ. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിനാണ്, നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. എന്നാലും റവന്യൂ ചെയിൻ, അങ്ങനെയുള്ള കീവേഡ്സ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് ഓഫ് സർവേ. അതായത് സർവേ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് ബേസ് ചെയ്ത് സർവേ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം.
That is engineering survey, military survey, mine survey, geological survey and archaeological survey. അപ്പം എൻജിനീയറിംഗ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഡിസൈൻ പർപ്പസസിന്, എൻജിനീയറിംഗ് പർപ്പസസിന് ചെയ്യുന്ന സർവേ ആണ് എൻജിനീയറിംഗ് സർവേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, വാട്ട് ഈസ് എ സർവേ ഡൺ വൈൽ ഡിസൈനിങ് എ ഡാം, എ റിസർവോയർ, എ വാട്ടർ സപ്ലൈ സിസ്റ്റം, എ സിവറേജ് സിസ്റ്റം. അങ്ങനെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എൻജിനീയറിംഗ് സർവേ ആണെന്ന് മനസ്സിലാക്കുക. Then military survey, it determines the points of strategic importance. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ, അതേപോലെ നമുക്കൊരു അറ്റാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ, ദാറ്റ് ഇസ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. ഇവിടുത്തെ കീ വേർഡ് എന്ന് പറയുന്ന പോയിന്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് കാണുമ്പോൾ മിലിറ്ററി സർവേ ആണ് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുക. നെക്സ്റ്റ് ഇസ് മൈൻ സർവേ ടു എക്സ്പ്ലോർ minerals and mine survey. Remember that keyword. And geological survey to study the different strata of earth. Archaeological survey, relics of antiquity. ഒരു word, that is a key word. Remember that whenever you see relics of antiquity, remember that it is related to archaeological survey, and archaeological survey comes under classification of survey based on object of survey. അപ്പോൾ ആ ഹെഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുക. ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് ഓഫ് സർവേ, സർവേ ഈസ് ക്ലാസിഫൈഡ് ആസ് എൻജിനീയറിംഗ്, മിലിറ്ററി, മൈൻ സർവേ, ജിയോളജിക്കൽ സർവേ ആൻഡ് ആർക്കിയോളജിക്കൽ സർവേ. നെക്സ്റ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്. ഈ ഒരു പാർട്ടിൽ നിന്ന് നമുക്കധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, തിയോഡലൈറ്റ് സർവേ ആൻഡ് ടാക്യോമെട്രിക് സർവേ. അതായത് ചെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന സർവേയുടെ പേരെന്താണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PSC ചോദിക്കാറില്ല. ബട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന ടോപ്പിക് ആയതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും, ദാറ്റ് ഇസ് ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, ടാക്യോമെട്രിക് സർവേ ആൻഡ് തിയോഡലൈറ്റ് സർവേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരുന്ന സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബേസ്ഡ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് സർവേ ക്ലാസിഫൈ ചെയ്യുന്നത് ചെയിൻ, പ്ലെയിൻ ടേബിൾ, ടാക്യോമെട്രിക് സർവേ ആൻഡ് തിയോഡലൈറ്റ് സർവേ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ബേസ്ഡ് അപ്പോൺ ദ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബേസ്ഡ് അപ്പോൺ ദ എയിം ഓഫ് സർവേയിങ്. അതിൽ നമ്മൾ കണ്ടത് എൻജിനീയറിംഗ് സർവേ, അതായത് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ വരിക, വിച്ച് ഈസ് എ സർവേ യൂസ് ഫോർ ദ ഡിസൈൻ ഓഫ് ഡാം. അതായത് എൻജിനീയറിംഗ് പർപ്പസസ് എന്ത് തന്നെയാണെങ്കിലും, റോഡ് ഓർ റെയിൽവേ എന്ത് തന്നെയാണെങ്കിലും അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സർവേ എൻജിനീയറിംഗ് സർവേ. നെക്സ്റ്റ് ഇസ് പോയിന്റ്സ് ഓഫ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്ന് കാണുമ്പം തന്നെ മിലിറ്ററി സർവേ ഓർക്കുക. മിനറൽസ് എന്ന് കാണുമ്പോൾ മൈൻ സർവേ ഓർക്കുക. സ്ട്രേറ്റ ഓഫ് എർത്ത് എന്ന് കാണുമ്പം ജിയോളജിക്കൽ സർവേ ഓർക്കുക. റെലിക്സ് ഓഫ് ആൻറ്റിക്വിറ്റി എന്ന് കാണുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓർക്കുക. ബേസ്ഡ് അപ്പോൺ ഇൻസ്ട്രുമെൻറ്റ്സ് സർവേയെ ക്ലാസിഫൈ ചെയ്യുന്നത് ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, തിയോഡലൈറ്റ് സർവേ, ടാക്യോമെട്രിക് സർവേ, കോമ്പസ് സർവേ. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ജസ്റ്റ് കീപ് ദീസ് തിങ്സ് ആൻഡ് ഇൻ യുവർ മൈൻഡ്. ഹെഡിങ്സ് ഓർക്കുക, അതിൽ വരുന്ന സബ് ഹെഡിങ്സ് ഓർക്കുക, അതിലെ കീവേഡ്സ് ഓർക്കുക. Next is the most important one, principles of surveying. നമ്മുടെ PSCക്ക് മാത്രമല്ല, നമ്മളിപ്പം സർവേയുടെ ഒരു തിയറി നമ്മൾ പഠിക്കുന്ന പേപ്പർ എക്സാം എഴുതുവാണ്, അല്ലെങ്കിൽ എന്ത് കോമ്പറ്റേറ്റീവ് എക്സാം വരുവാണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് ഓർ മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നൊരു പ്രോബ്ലമാണ് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേയിങ്. സർവേയിങ് ഇന്ന 2 പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതിൽ ഫസ്റ്റ് വൺ, വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് അല്ലെങ്കിൽ ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോൾ ടു പാർട്ട്, ഇപ്പം നമുക്ക് ഒരു ഏരിയ മെഷർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഔട്ടർ ബൗണ്ടറീസ് മെഷർ ചെയ്തിട്ട് അകത്തേക്ക് വരും, അല്ലെങ്കിൽ നമുക്ക് അകത്തുനിന്ന് പുറത്തേക്ക് പോകാം. നമ്മളെപ്പോഴും ഔട്ടർ ബൗണ്ടറീസ് ഫിക്സ് ചെയ്തിട്ട് മേജർ കൺട്രോൾ പോയിൻറ്റ്സ് ഫിക്സ് ചെയ്തിട്ട് അകത്തേക്ക് വന്ന് മൈനർ കൺട്രോൾ പോയിൻറ്റ്സ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഇതിലെ കീവേഡ്
എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ടു പ്രിവെൻറ്റ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടും പ്രിവെൻഷൻ ഓഫ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് എന്നുള്ള കാര്യവും കൂടെയാണ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ഓഫ് എ പോയിന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 റെഫറൻസ് പോയിന്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2 പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ, ഒരു പോയിന്റിൽ നിന്നുള്ള ആംഗിൾ അറിയാമെങ്കിൽ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് തേർഡ് പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുക. വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ഓർത്ത് വെക്കുക. ടു പ്രിവെൻറ്റ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ്, അതിൽ റെഡിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ കീവേഡാണ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ് ഓൾവേസ്. Working from whole to part and location of a point with the help of 2 reference points. ഇനി നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് ഓഫ് സർവേ പഠിക്കാൻ നേരത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം, എലിവേഷൻ മെഷർ ചെയ്യണം, അബ്സല്യൂട്ട് ഡയറക്ഷൻ മെഷർ ചെയ്യണം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, സർവേയുടെ മേജർ ഒബ്ജക്റ്റ് അത് തന്നെയാണ്, ഡിറ്റർമിൻ അല്ലെങ്കിൽ ഡ്രോ ദ പ്ലാൻ ആൻഡ് മാപ്പ്. പ്ലാനും മാപ്പും വരയ്ക്കുക, അതാണ് സർവേയുടെ ഒബ്ജക്റ്റീവ്. അപ്പോൾ എന്താണ് പ്ലാൻ, എന്താണ് മാപ്പ്, ഇത് രണ്ടും സെയിം ആണോ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പ്ലാൻ. സ്മോൾ ഏരിയ റെപ്രസെൻറ്റഡ് ഇൻ ലാർജ് സ്കെയിൽ. ചെറിയൊരു ഏരിയ നമ്മൾ വലിയ സ്കെയിലിലാക്കി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലാൻ എന്ന് പറയുന്നത്. മാപ്പ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് കാര്യം. ലാർജ് ഏരിയ റെപ്രസെൻറ്റഡ് ഇൻ സ്മോൾ സ്കെയിൽ. നമ്മളിപ്പോൾ ഇന്ത്യയുടെ മാപ്പ്, കേരളത്തിൻ്റെ മാപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്ട്രിക്റ്റിൻ്റെ മാപ്പ്, അങ്ങനെയൊക്കെ പറയുന്നത് ലാർജ് ഏരിയ റെപ്രസെൻറ്റഡ് ഇൻ സ്മോൾ സ്കെയിൽ. അപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്മോൾ ഏരിയ റെപ്രസെൻറ്റഡ് ഇൻ ലാർജ് സ്കെയിൽ ആൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ലാർജ് ഏരിയ റെപ്രസെൻറ്റഡ് ഇൻ സ്മോൾ സ്കെയിൽ. അപ്പോൾ ഈ 2 കാര്യത്തിലും നിങ്ങൾ ഒരു വാക്ക് ശ്രദ്ധിച്ചു കാണും, സ്കെയിൽ. സ്കെയിൽ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ സർവേയിങ്. എന്താണ് സ്കെയിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിക്സഡ് റേഷ്യോ ഡിസ്റ്റൻസ് ഇൻ പ്ലാൻ ടു ദ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഇൻ ഫീൽഡ്. ഫീൽഡിൽ എത്രയാണ് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ നമ്മൾ പ്ലാനിൽ എത്രയായിട്ടാണ് വരച്ചിരിക്കുന്നത്. ആ ഒരു ഫിക്സഡ് റേഷ്യോയെ വിളിക്കുന്ന പേരാണ് സ്കെയിൽ. റിമെമ്പർ, സ്കെയിൽ ഇസ് ദ ഡിസ്റ്റൻസ് ഇൻ പ്ലാൻ ടു ദ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഇൻ ഫീൽഡ്, തിരിച്ചല്ല. റെപ്രസെൻറ്റേഷൻ ഓഫ് സ്കെയിൽ. ഇനിയും ഈ ഒരു സ്കെയിലിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അടുത്തത് മനസ്സിലാക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻജിനീയേഴ്സ് സ്കെയിൽ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്, അതായത് ഫീൽഡിലുള്ള 1000 മീറ്ററിനെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് പ്ലാനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നു. ദാറ്റ് ഈസ് എൻജിനീയേഴ്സ് സ്കെയിൽ. നമ്മൾ വരയ്ക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പം 100 മീറ്റേഴ്സിനെ നമ്മൾ 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നത്, അതിനെയാണ് എൻജിനീയർ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ഇനി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. ഇത് നിങ്ങൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. യൂഷ്വലി റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ 1:100, 1:1000, 1:10,000 എന്നൊക്കെയാണ് പറയുന്നത്. എൻജിനീയർ സ്കെയിലിൽ നമ്മൾ യൂണിറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്, ആ ഒരു ഡിസ്റ്റിങ്ഷൻ കാണിച്ചു. ഇവിടെ ഒരേ യൂണിറ്റ്സിലായിരിക്കും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. നെക്സ്റ്റ് ഇസ് ഗ്രാഫിക്കൽ സ്കെയിൽ. യൂഷ്വലി നമ്മൾ മാപ്പൊക്കെ ഷ്രിങ്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ബെറ്റർ ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രാഫിക്കൽ സ്കെയിൽ. അപ്പം റെപ്രസെൻറ്റേഷൻ ഓഫ് സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എൻജിനീയർ സ്കെയിൽ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. 1:100, 1:1000 ആ രീതിയിലാണെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. എൻജിനീയർ സ്കെയിൽ നമ്മൾ ഇത്ര യൂണിറ്റിനെ ഇത്രയായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻജിനീയേഴ്സ് സ്കെയിൽ. റിമെമ്പർ ദ കീവേഡ്സ് എൻജിനീയർ സ്കെയിൽ, representative fraction and graphical scale.
നെക്സ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് സ്കെയിൽ. മനസ്സിലാക്കേണ്ട കാര്യം റെപ്രസെൻറ്റേഷൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം ടൈപ്സ്. നമ്മൾ ടൈപ്സ് ഓഫ് സ്കെയിലിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ പ്ലെയിൻ സ്കെയിൽ. പ്ലെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന 15 സെൻറ്റിമീറ്റർ സ്കെയിലുണ്ട്. ഇറ്റ് ഇസ് എ പ്ലെയിൻ സ്കെയിൽ. ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ 2 dimensions ഇൻ പ്ലെയിൻ സ്കെയിൽ. ഡയഗണൽ സ്കെയിലാണെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ 3 dimensions. 3 dimensions മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിൽ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡയഗണൽ സ്കെയിൽ. നെക്സ്റ്റ് ഇസ് വേർണിയർ സ്കെയിൽ. വേർണിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രാജുവേറ്റഡ് സ്കെയിൽ. അതിനകത്ത് ഒരു ഗ്രാജുവേഷൻ, അതായത് അതിൻ്റെ ലീസ്റ്റ് കൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഫ്രാക്ഷൻ ഓഫ് ലീസ്റ്റ് ഡയമെൻഷൻസിനെയും പിന്നെയും സ്പ്ലിറ്റ് ചെയ്ത് സ്കെയിൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വേർണിയർ സ്കെയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വേർണിയർ സ്കെയിൽ ഒന്നുകിൽ സിംഗിൾ വേർണിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ വേർണിയർ സ്കെയിൽ ആയിരിക്കും. അപ്പോൾ വേർണിയർ സ്കെയിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇസ് സ്കെയിൽ ഓഫ് കോഡ്സ്. യൂഷ്വലി നമ്മൾ ആംഗിൾസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്കെയിൽ ഓഫ് കോഡ്സ്. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് സ്കെയിൽ. ദാറ്റ് ഇസ് പ്ലെയിൻ സ്കെയിൽ, ഡയഗണൽ സ്കെയിൽ, വേർണിയർ സ്കെയിൽ ആൻഡ് സ്കെയിൽ ഓഫ് കോഡ്സ്. അതിൽ തന്നെ വേർണിയർ സ്കെയിൽ ഓർത്തു വെക്കുക, മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വേർണിയർ സ്കെയിലിൽ നിന്നാണ് യൂഷ്വലി. ഓക്കെ, അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സർവേയിങ് എന്നുള്ള നമ്മുടെ സർവേയുടെ തന്നെ ഫസ്റ്റ് സെഷനാണിത്. ഈ ഒരു സെഷനിൽ നിന്ന് നമ്മൾ എൻജിനീയറിംഗ് സർവേ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കി. സർവേയുടെ ഡെഫിനിഷൻ, സർവേ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സർവേ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം സർവേയിലുള്ള ബേസിക് കാര്യങ്ങൾ, അതായത് എർത്തിൻ്റെ ഷേപ്പ്, ഇക്വട്ടോറിയൽ ആക്സിസ്, പോളാർ ആക്സിസ്, നമ്മുടെ യൂഷ്വലി PSCക്ക് ചോദിക്കുന്ന കൈൻഡ് ഓഫ് പോയിൻറ്റ്സ്, ഹൈലൈറ്റഡ് പോയിൻറ്റ്സ്, കീവേഡ്സ് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ പോയത് സർവേയുടെ ക്ലാസിഫിക്കേഷനിലേക്കാണ്. സർവേയുടെ പ്രൈമറി ക്ലാസിഫിക്കേഷൻ ആയ പ്ലെയിൻ സർവേയും ജിയോഡിറ്റിക് സർവേ, 260 km², 100 miles², ഓർത്ത് വെക്കുക. ആ ഒരു കാര്യം മനസ്സിലാക്കി. പിന്നെ സർവേയെ നേച്ചർ ഓഫ് ഫീൽഡ് വെച്ചിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് മനസ്സിലാക്കി. പിന്നീട് സർവേയെ ഒബ്ജക്റ്റ് വെച്ചിട്ട് എന്താണ് എയിം എന്നുള്ളത് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാൻ മനസ്സിലാക്കി. ദെൻ വി മൂവ്ഡ് ഓൺ ടു ദ പ്രിൻസിപ്പിൾസ്. പിന്നെ ഒബ്ജക്റ്റ് ഓഫ് സർവേ, പ്ലാൻ ഓർ മാപ്പ് പ്രിപ്പറേഷൻ, അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എയ്ഡാണ് സ്കെയിൽ. ആ ഒരു സ്കെയിലിൻ്റെ റെപ്രസെൻറ്റേഷനും ടൈപ്സും മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ടു സർവേയിൽ വരുന്നത്. ഈ ഒരു ഭാഗം ക്ലിയർ ആക്കിയാൽ നമുക്ക് കുറേ ഏറെ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ക്ലിയർലി രജിസ്റ്റർ ദീസ് തിങ്സ് ഇൻ യുവർ മൈൻഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.